നമ്മുടെ വീട്ടിൽ നമ്മൾ പൊറോട്ടയ്ക്ക് വേണ്ടി ബീഫ് കറി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ബീഫാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സവാളയും ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, ഇതിലിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മസാലപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. നല്ലോണം മിക്സ് ചെയ്ത് ഈ മസാലക്കൂട്ടൊക്കെ ഒന്നും ഇതിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിലത് മിക്സ് ചെയ്യണം. ബീഫാണ്, അപ്പോൾ ഈ സവാളയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ ഒന്ന് അതിലേക്ക് നല്ല രീതിയിലൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇതിങ്ങനെ തിരുമ്മി കൂട്ടണത്. ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് അതിൽ തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇത് വേവിച്ചതിന് ശേഷം കുക്ക് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും നമ്മൾ സെയിം സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇടുന്നുണ്ട്. ഇപ്പോഴത്തേനും നമുക്ക് ആ ബീഫ് അതിലേക്കൊന്ന് ഇടാനാണ്. ബീഫ് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 8 വിസിൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിലാണ് അത് കുറച്ചുകൂടി നല്ല പഞ്ഞിയാവുള്ളൂ. അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് മൂന്നും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. നന്നായിട്ട് മൂത്ത് വന്നാലാണ് കറിക്ക് നല്ല കളർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മൂക്കട്ടെ. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ബീഫിൽ അത്യാവശ്യം നെയ്യൊക്കെ ഉള്ള ബീഫാണെങ്കിൽ അതിൽ നമ്മൾ ആ ബീഫിൻ്റെ നെയ്യ് മാത്രം, വെള്ളമില്ലാതെ നെയ്യ് മാത്രം ഒന്ന് എടുത്തിട്ട് ഈ മസാലയിലേക്ക് കൂട്ടി കൊടുക്കണം. അപ്പോൾ ആ നെയ്യ് ഒന്നും കൂടി നന്നായിട്ട് മസാലയിൽ പിടിക്കും. അതിനുശേഷം നമ്മൾ മസാല ഇട്ടിട്ടില്ല, മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇതിനൊക്കെ ശേഷം അരിഞ്ഞ വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയും ഈ മസാലയും കൂടി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരൽപ്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ബീഫിന് നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചേക്കുന്നതെങ്കിലും ഈ മസാല ഉള്ളതുകൊണ്ട് ഉപ്പ് കൂടി ആഡ് ചെയ്ത് ഈ മസാലയൊക്കെ ഒന്ന് വെന്ത് ഈ തക്കാളി അതിലേക്ക് വേകണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സവാളയും തക്കാളിയും മസാലയും കൂടി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം എണ്ണയിൽ കിടന്ന് ഇങ്ങനെ തിളക്കുന്നുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇതിലേക്ക് ഇടാം. അതിന് മുമ്പേ ബീഫിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം ഒഴിച്ചു കൊടുക്കണം. ബീഫിലെ വെള്ളമാണ് ഞാനീ പകർത്തുന്നത്. എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ആ വെള്ളവും ഈ ഗ്രേവിയും കൂടി നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് ബീഫിൻ്റെ ചാറ് നന്നായിട്ട് തിളക്കണുണ്ട്. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇടാം. ബീഫ് നന്നായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നല്ല ചാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാകത്തിന് നിങ്ങൾക്ക് എടുക്കാം. ഏകദേശം അത്യാവശ്യം ഒരു ഗ്രേവിയൊക്കെ ഉള്ള രീതിയിൽ അത്യാവശ്യം മെമ്പേഴ്സോ കൂടിയ വീട്ടിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാറിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കറിയാക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കറിയാക്കാം. അതല്ല നിങ്ങൾക്ക് ബീഫ് ഒരു റോസ്റ്റിൻ്റെ പരുവാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് തിളച്ച് കുറുകണം. എനിക്ക് വേണ്ടത് ഇവിടെ ചാറ് ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ടത് റോസ്റ്റാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒന്ന് കുറുകട്ടെ. തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിൻ്റെ മീതെ കുറച്ച് കറിവേപ്പിലയും കൂടി തൂക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ ഒരു ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ചാറോടുള്ള ഒരു കൺസിസ്റ്റൻസി ആണെങ്കിൽ ഇത് കറക്റ്റാണ്. അതല്ല ഒന്നുകൂടി ഒന്ന് കുറുകി റോസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. ഈ ബീഫിൻ്റെ ചാറ് ഒരിക്കലും നിങ്ങൾ കളയരുത്. ഈ ബീഫിൻ്റെ ചാറ് ഊറ്റി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തം പോകും. കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ടേസ്റ്റ് കിട്ടൂല. ഏകദേശം നമ്മുടെ ബീഫിൻ്റെ ചാറൊക്കെ പറ്റിയൊരു കുറുകണ പരുവായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ 2 പച്ചക്കായ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പച്ചക്കായ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചാറിൻ്റെ കൂടെ ആ പച്ചക്കായയും ഗ്രേവിയും എല്ലാം കൂടി ഒന്ന് ചാറ് പറ്റി വരുന്ന പാകമായി പറ്റി ഒന്ന് വെന്തിട്ടുണ്ട്.
എൻ്റെ പരുവം ഇതാണ്. കുറച്ചുകൂടി ഒന്ന് കൊഴുത്ത പോലെയാണ്. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ഇനി ഇത് പറ്റിച്ചെടുക്കുകയോ നന്നായിട്ട് ഫ്രൈ ആയി എടുക്കുകയോ നല്ല ചാറൊട്ടുമില്ലാതെ എടുക്കുകയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബീഫ് കറി. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. നമ്മുടെ വീട്ടിൽ നമ്മൾ പൊറോട്ടയ്ക്ക് വേണ്ടി ബീഫ് കറി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളും എന്തായാലും പൊറോട്ടയും ബീഫും കോമ്പിനേഷൻ എന്തായാലും ഇഷ്ടമല്ല എല്ലാവർക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് പറയണേ. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ.